ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ തുറന്നു പറഞ്ഞുകൊണ്ട് പല നടികളും രംഗത്തെത്തി. തുറന്നു പറഞ്ഞപ്പോൾ പൊതുജനത്തിന്റെ മുന്നിൽ നഗ്നരായി നിന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ. സിദ്ദിഖും മുകേഷും ഇടവേള ബാബുവും ജയസൂര്യയും നിവിൻ പോളിയും അടക്കമുള്ള താരങ്ങൾ, ജാഫർ ഇടുക്കി അടക്കമുള്ള താരങ്ങൾ, ഇവരൊക്കെ കൂട്ടിക്കൊടുപ്പിന്റെയും ലൈംഗിക അരാജകത്വത്തിന്റെയും മുഖങ്ങളാണെന്ന് നടിമാർ നിസ്സംശയം പറഞ്ഞിരിക്കുന്നു. തെളിവുകൾ സഹിതം പറഞ്ഞിരിക്കുന്നു. ബാലചന്ദ്രമേനോൻ പോലും വളരെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് തന്നെ ഇരയാക്കിയെന്ന് അതിജീവിത പറഞ്ഞിരിക്കുന്നു. നടന്മാരെല്ലാം ഇപ്പോ മുൻകൂർ ജാമ്യം എടുക്കാൻ ഓടുകയാണ്. മുകേഷും ഇടവേള ബാബുവും സിദ്ദീഖുമൊക്കെ മുൻകൂർ ജാമ്യമെടുത്ത് നിൽക്കുന്നു. ബാലചന്ദ്രമേനോനെതിരെ അതിജീവിത പരാതിയുമായി പോലീസിൽ എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സൂപ്പർ നടിയായ പത്മപ്രിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ശ്രദ്ധേയം. തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തല്ലിയെന്ന് പത്മപ്രിയ പറഞ്ഞു. സിനിമയിൽ പുരുഷ മേധാവിത്വമാണുള്ളതെന്നും അവർ പറഞ്ഞു. മടപ്പള്ളി കോളേജിൽ നാരായണക്കുറുപ്പ് സ്മാരക പ്രഭാഷണം നടത്തവെയാണ് സിനിമയിൽ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ നടി തുറന്നു പറഞ്ഞത്. മൃഗം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് സംവിധായകൻ അടിച്ചത്. എന്നാൽ വാർത്തകൾ പ്രചരിച്ചത് ഞാൻ സംവിധായകനെ അടിച്ചു എന്നാണ്. സംവിധായകൻ സ്വാമിയാണ് പത്മപ്രിയയെ അന്ന് തല്ലിയത്. അന്നത് വലിയ വിവാദമായി മാറി. പക്ഷേ മൃഗം ഒരു ക്ലാസിക് ചിത്രമായിരുന്നു. ആ സിനിമയിലെ അഭിനയത്തിന് തനിക്ക് തമിഴ്നാട് സർക്കാരിന്റെ അവാർഡ് കിട്ടിയെന്നും പത്മപ്രിയ പറയുന്നു. സിനിമയിൽ പുരുഷ കേന്ദ്രീകൃത കഥകൾക്ക് മാത്രമാണ് പ്രാധാന്യം. ഒരു സീൻ എടുക്കുമ്പോൾ നടികളുടെ അനുവാദം ചോദിക്കാറില്ലെന്നും അവർ പറയുന്നു. ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ ഇപ്പോൾ ഇല്ല. ടെക്നിക്കൽ വിഭാഗത്തിലും സ്ത്രീ പ്രാതിനിധ്യം കുറവാണ്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ വലിയ പ്രതിസന്ധി നേരിടുന്നു. അവർക്ക് കൃത്യമായി ഭക്ഷണം പോലും നൽകുന്നില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ട അവസ്ഥ സിനിമയിലുണ്ട്. സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും നടി വ്യക്തമാക്കി. കൂടെ കിടന്നില്ലെങ്കിൽ അവസരങ്ങൾ കുറയുന്ന സാഹചര്യമാണ് സിനിമയിലുള്ളത്. അത് മലയാള സിനിമയിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലുള്ള സിനിമയിലും ഉണ്ടെന്നാണ്, എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലുമുള്ള സിനിമയിൽ ഉണ്ടെന്നാണ് നടി പറയുന്നത്. മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ തുറന്നടിച്ചിരിക്കുന്നു. WCC അംഗങ്ങൾ പോയി കണ്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു എന്നത് വലിയ കാര്യമാണ്. എന്നാൽ എന്തുകൊണ്ടാണ് 4.5 വർഷം റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നത് എന്നത് സർക്കാർ വിശദീകരിക്കണമെന്നും അവർ പറഞ്ഞു. പത്മപ്രിയയെ പോലെയുള്ള സീനിയറായ നടി, അതും തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന നടി, അവർക്കുണ്ടായ ദുരനുഭവം പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ്. അവർ പറയുന്നത് അവസരം ലഭിക്കണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്നാണ്. നടന്മാർക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും പ്രൊഡക്ഷൻ കൺട്രോളർക്കും ഒക്കെ കിടന്നു കൊടുക്കേണ്ട അവസ്ഥ പച്ചയ്ക്ക് തന്നെ പത്മപ്രിയ പറഞ്ഞിരിക്കുന്നു. പത്മപ്രിയ പറയുന്ന വാക്കുകൾ എപ്പോഴും വിവാദമായി മാറാറുണ്ട്. WCC രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നടിയാണ് പത്മപ്രിയ. എന്തായാലും പത്മപ്രിയയുടെ വാക്കുകൾ വലിയ വിവാദമായി കത്തിപ്പടരും.